على أشرف المرسلين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام را كتاب محكمت آياته ثم فصلت من لدن حكيم خبير صدق الله مولانا العظيم بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم وعصمنا وإياكم برحمته من الشيطان الرجيم. അൽഹംദുലില്ലാ, നമ്മുടെ ഖുർആൻ പഠന ക്ലാസ് ഇന്നും തുടരുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് മാത്രം പറയുവാനും കേൾക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഉപകാരപ്രദമായ അറിവ് പറയാനും പഠിക്കാനും പ്രാവർത്തികമാക്കാനും പ്രചരിപ്പിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. നമ്മുടെ ഈ കൂട്ടായ്മ സ്വാലിഹായ ഒരു സൽക്കർമ്മമായി സ്വീകരിച്ച് ഇതുപോലെ പരസ്പരം കണ്ടുകൊണ്ട് മുതഖാബിലീൻ എന്ന രൂപത്തിൽ ഖുർആൻ വിശേഷിപ്പിച്ച നിരക്ക് സ്വർഗത്തിൽ ഒന്നിച്ചിരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുടുംബത്തിനുമൊക്കെ നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ അതിന്റെ അഗാധമായ വിജ്ഞാന ശാഖകളിലേക്ക് ഇറങ്ങി തിരിച്ചുകൊണ്ട് മനുഷ്യരക്ഷയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു തന്ന മഹാന്മാരായ മുജ്തഹിദുകളായ മദ്ഹബിന്റെ ഇമാമുമാർ, അവരെ കുറിച്ച് ചെറിയൊരു വിശകലനം ആദ്യം നടത്തിയതിനു ശേഷം ബാക്കി ഭാഗം നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ മദ്ഹബ് വിരോധികളെ സംബന്ധിച്ചിടത്തോളം അറിവില്ലായ്മയിൽ നിന്ന് പല ജൽപ്പനങ്ങളും തട്ടിവിടുന്ന ഒരു സ്വഭാവത്തിലാണ് അവരുടെ പ്രസംഗങ്ങൾ, അതുപോലെ ക്ലാസുകൾ, മാഗസിനുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അലൈസല്ലാഹു ബികാഫിനബിദഹു, അതിന്റെ അടിമക്ക് അല്ലാഹു വേറെ, അല്ലാഹു അല്ലാത്ത മറ്റൊരു സംഗതി എന്തിനാണ്? അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ അല്ലാത്ത വേറൊരു ഇമാമിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതിന്റെ ആവശ്യം എന്താണ് എന്നൊക്കെ ചോദിക്കുന്നവർ സ്വന്തമായി ഖുർആനിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധ്യമല്ല എന്ന വസ്തുത മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ ഉദാഹരണം നമുക്ക് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ കോഴിക്കോട് നിന്ന് നാം തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ 4 മാർഗങ്ങളിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. തിരുവനന്തപുരം എന്ന് പറയുന്ന ആ മഹാനഗരമാണ് നമ്മുടെ ലക്ഷ്യം. റോഡ് മാർഗം പോയാൽ തിരുവനന്തപുരത്തെത്താം, അതുപോലെ ട്രെയിൻ മാർഗം പോയാലും തിരുവനന്തപുരത്തെത്താം, കടലിലൂടെ യാത്ര ചെയ്ത് കപ്പൽ മാർഗം പോയാലും തിരുവനന്തപുരം തുറമുഖത്തെത്താം, അതുപോലെ കോഴിക്കോട് കരിപ്പൂരിൽ നിന്ന് വിമാനത്തിൽ കയറിയാലും തിരുവനന്തപുരം എയർപോർട്ടിൽ നമുക്ക് ചെന്നിറങ്ങാം. ഈ 4 വഴികളിലൂടെ സഞ്ചരിച്ചാലും നമ്മുടെ ലക്ഷ്യസ്ഥാനമാകുന്ന തിരുവനന്തപുരത്തെത്താൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതിൽ ചില ആളുകൾ റോഡ് മാർഗം സ്വീകരിക്കുന്നു, ചില ആളുകൾ ട്രെയിൻ ഗതാഗതം സ്വീകരിക്കുന്നു, ചില ആളുകൾ കപ്പൽ മാർഗം പോകുന്നു, ചില ആളുകൾ വിമാനമാർഗവും അവിടെ എത്താൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ 4 റൂട്ടിൽ കൂടെ ഒരേ സമയം ഒരാൾക്ക് സഞ്ചരിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് എത്തുക എന്നത് അത് അസംഭവമാണ്. അങ്ങനെ കരുതുന്നത് മഹാവിഡിത്തമാണ്. എന്നാൽ ഈ 4 മാർഗവും കൂടാതെ തന്നെ തിരുവനന്തപുരത്ത് എത്താൻ എന്ന വാദവും നിരർത്ഥകമാണ്. ഈ ഉദാഹരണത്തിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്,
പരിശുദ്ധ ഖുർആനാകുന്ന ആ മഹാസമുദ്രം, ആ സമുദ്രത്തിലേക്ക് ഒരുപാട് പുഴകളും തോടുകളും ചാലുകളും അരുവികളും ഒഴുകിക്കൊണ്ട് ചെന്നു ചേരുന്നത് ആ സമുദ്രത്തിലേക്കാണ്. അതുപോലെ പരിശുദ്ധ ഖുർആനാകുന്ന ആ മഹാസാഗരത്തിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെല്ലാതെ ആ ഖുർആനിന്റെ അഗാധതയിലേക്ക് ഊഴിയിട്ടിറങ്ങിക്കൊണ്ട് കാര്യങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കി പറഞ്ഞു തരാൻ കെൽപ്പുള്ള മുജ്തഹിദുകളായ മഹാന്മാരായ 4 ഇമാമുകളാണ് മദ്ഹബിന്റെ ഇമാമുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ 4 മദ്ഹബിന്റെ പാത സ്വീകരിച്ച് നാം സഞ്ചരിച്ചാലും പരിശുദ്ധ ഖുർആനാകുന്ന ആ വലിയ സാഗരത്തിലേക്ക് നമുക്ക് ചെന്നു കയറാൻ സാധിക്കും. അത് ഷാഫി എന്ന് പറയുന്ന തരീഖിലൂടെ പോയാലും, ഹനഫി തരീഖിലൂടെ പോയാലും, ഹംബലി തരീഖിലൂടെ പോയാലും, മാലിക്കി തരീഖിലൂടെ പോയാലും നമുക്ക് ഖുർആനിലേക്ക് എത്താം. അതേസമയത്ത് 4 ഒരേ സമയത്ത് പിടിച്ചിട്ട് പോവുക എന്നത് അത് അസാധ്യമാണ്. അതുപോലെ 4 ഇല്ലാതെ നേരിട്ട് ഖുർആനിലേക്ക് ആ കടലിലേക്ക് എത്തിച്ചടുക എന്ന് പറഞ്ഞാലും അത് അബദ്ധമാണ്. ഇവിടെയാണ് മദ്ഹബിന്റെ പ്രസക്തിയെ കുറിച്ച് നമുക്ക് ബോധ്യം വരുന്നത്. അപ്പൊ ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ വീക്ഷണപ്രകാരം അനുസരിക്കുന്ന ആളുകൾ ആ മദ്ഹബിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ആ റൂട്ടിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്തിലെത്താം. അതുപോലെ ഓരോ മദ്ഹബിന്റെയും അനുയായികൾ അവരുടെ മദ്ഹബിന്റെ ഇമാമുകൾ കണ്ടെത്തി അവർ പറഞ്ഞു തന്ന, അവർ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കി തന്ന ആ ഒരു ആശയത്തിലൂടെ ആ ഒരു തരീഖിലൂടെ സഞ്ചരിച്ചാൽ കർമ്മശാസ്ത്രപരമായും പരിശുദ്ധ ഖുർആനിൽ ചെന്നു ചേരാൻ നമുക്ക് സാധിക്കും. അതുപോലെ അഖീദപരമായി വിശ്വാസപരമായി മഹാന്മാരായ അശ്അരി, മാതുരിദി റഹ്മഹുല്ലാഹ് ഈ 2 തരീഖിലൂടെ സഞ്ചരിച്ചാലും നമുക്ക് പരിശുദ്ധ ഖുർആനിലേക്കാണ് ചെന്നു ചേരാൻ സാധിക്കുന്നത്. എന്നിട്ട് ഒരാൾ പറയുന്നു, തിരുവനന്തപുരത്ത് പോകാൻ കാസർഗോഡ് നിന്ന് കോഴിക്കോട് നിന്ന് നേരെ വടക്കോട്ടുള്ള വണ്ടിയിൽ കയറണം, അതാ മംഗലാപുരത്തേക്ക് പോകുന്ന റൂട്ടിലൂടെ സഞ്ചരിക്കണം, അതിലൂടെ ഒന്നും പോകണ്ട, ഈ 4 വേണ്ട, നമുക്ക് പുതിയൊരു വഴി സ്വീകരിക്കാം എന്ന് ഒരാൾ പറഞ്ഞു തന്നാൽ ആ വഴി സ്വീകരിച്ചുകൊണ്ട് അതിലൂടെ നീങ്ങുക എന്നത് മഹാവിഡിത്തമായിരിക്കും. അതുകൊണ്ട് മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമുകളിൽ ഏറ്റവും പ്രധാനമായി 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി. മഹാനവറുകളുടെ പൂർണ്ണ പേര് അൽ ഇമാമുൽ അഅ്ലം നുഅ്മാൻ ഇബ്നു സാബിത്ത് ഇബ്നു സുയൂത്തി എന്ന്. അഥവാ അബൂ ഹനീഫ ഇമാമിന്റെ ജനനം കൂഫയിലാണ് അദ്ദേഹത്തിന്റെ ജനനം. അദ്ദേഹം ജനിക്കുന്നത് ഹിജറ 80-ലാണ്, വഫാത്താകുന്നത് ഹിജറ 150-ലാണ്. അഥവാ ക്രിസ്താബ്ദം 669 ജനിച്ച് 767 വഫാത്തായ മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് മുസ്നദ് എന്ന് പറയുന്ന ഗ്രന്ഥം. അതുപോലെ മദ്ഹബിന്റെ ഇമാമുകളിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് അൽ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. അഥവാ മാലിക് ഇബ്നു അനസ് ഇബ്നു അബീ ആമിർ ഇബ്നു അംർ ഇബ്നു ഹാരിസ് ഇബ്നു നുഅ്മാൻ എന്നതാണ് അവരുടെ ശരിയായ പേര്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥം മുവത്ത എന്ന ഗ്രന്ഥത്തിന്റെ ഉടമയാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ജനനം ഹിജറ 93-ലാണ്, വഫാത്ത് 179-ലാണ്. അഥവാ ക്രിസ്താബ്ദം 712 ജനിച്ച് 795-ലാണ് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. മദ്ഹബിന്റെ ഇമാമുകളിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഷാഫി റളിയല്ലാഹു തആല അൻഹു. ഹിജറ 150-ൽ ജനിച്ച് 204-ലാണ് മഹാനവറുകളുടെ വഫാത്ത്. അഥവാ ക്രിസ്താബ്ദം 767, 820. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ഉമ്മ എന്ന് പറയുന്ന ആ ഗ്രന്ഥം. മദ്ഹബിന്റെ ഇമാമുകളിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന മഹാൻ അൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു. അഥവാ അഹ്മദ് ഇബ്നു മുഹമ്മദ് ഇബ്നു ഹംബൽ ഇബ്നു ഹിലാൽ ഇബ്നു അസ്ദ് ഇബ്നു ഇദ്രീസ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു
ഹയ്യാൻ ബിൻ അബ്ദുല്ലാഹി ബിൻ ദുഹൈൽ ബിൻ ഷൈബാൻ ബിൻ ഖാലിദ് ബിൻ ഷൈബാൻ മറൂസി എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു ജനിക്കുന്നത് ഹിജ്റ 164 വഫാത്ത് 241 ക്രിസ്താബ്ദം 855. അപ്പൊ ഇവിടെ നമ്മുടെ ഇമാം ശാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇപ്പോൾ നമ്മുടെ ഹദീസുകളെ കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ ബുഖാരി, മുസ്ലിം തുടങ്ങിയ എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 1 ലക്ഷം ഹദീസുകൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. നാം ചിന്തിക്കേണ്ട ഒരു വസ്തുത, മുജാഹിദുകളായാലും ജമാഅത്തുകാരായാലും ഇനി വിദഅത്ത് കക്ഷികളായാലും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വക്താക്കളായാലും നാം ഉദ്ധരിക്കുന്ന ഏത് ഹദീസുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും കേവലം 1 ലക്ഷത്തോളം ഹദീസുകൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. എന്നാൽ ഈ 1 ലക്ഷം ഹദീസ് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വന്നത്? ഒരിക്കലുമല്ല. 10 ലക്ഷത്തോളം ഹദീസ് മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കാണാതെ പഠിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോ പരിശുദ്ധ ഖുർആനിന്റെ എല്ലാ വശങ്ങളും അഗാധമായി പാണ്ഡിത്യം നേടുകയും 10 ലക്ഷത്തോളം ഹദീസ് മനഃപ്പാഠമാക്കുകയും ചെയ്ത ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ മാറ്റിവെച്ചുകൊണ്ട് കേവലം 1 ലക്ഷം ഹദീസ് മുന്നിൽ വെച്ചുകൊണ്ട് ഇമാം ഷാഫിക്കൊന്നും തിരിയുന്നില്ല, മദ്ഹബിന്റെ ആവശ്യമില്ല, നമ്മൾ ഖുർആനിലേക്ക് മടങ്ങാം എന്ന് പറയുന്ന ഈ വാദം അല്പജ്ഞാനികളുടെ ജൽപ്പനങ്ങൾ മാത്രമായിട്ടാണ് നാം കണക്കാക്കേണ്ടത്. നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇമാമായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രങ്ങളെ കുറിച്ച് ഒരല്പം മനസ്സിലാക്കാൻ വേണ്ടി ഏതാനും ചില കാര്യങ്ങൾ ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ഉയർത്തുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ നാമം അൽ ഇമാം അബു അബ്ദുല്ലാഹ് മുഹമ്മദ് ബിൻ ഇദ്രീസ് ബിൻ അബ്ബാസ് ബിൻ ഉസ്മാൻ ബിൻ ഷാഫി ബിൻ സായിദ് ബിൻ അബ്ദുൽ യസീദ് ബിൻ ഹാസിം ബിൻ മുത്തലിബ് ബിൻ അബ്ദു മനാഫ് ജദ്ദുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പയായ അബ്ദു മനാഫിലേക്കാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പര ചെന്നു ചേരുന്നത്. അതേപോലെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിൽ പറഞ്ഞ ഉസ്മാൻ ബിൻ ഷാഫി ബിൻ സായിദ് എന്ന് പറഞ്ഞ ഇവിടെ പറഞ്ഞ ഷാഫി എന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിൽപ്പെട്ട പ്രമുഖരുമാണ്. അദ്ദേഹം ജനിക്കുന്നത് ഗസ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ജനനം, അഥവാ ഫലസ്തീനിലെ ഗസ എന്ന് പറയുന്ന സ്ഥലത്ത് ഹിജ്റ 150 മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ജനനം. ജനനം ഫലസ്തീനിലാണെങ്കിലും മക്കയിലാണ് അദ്ദേഹം ജീവിച്ചതും വളർന്നതും മതപരമായ അറിവുകൾ കരസ്ഥമാക്കിയത് പരിശുദ്ധ മക്കയിലാണ്. വളരെയധികം ഓർമ്മശക്തിയും സൂക്ഷ്മതയും ദൗർബല്യവുമുള്ള വലിയൊരു വ്യക്തിത്വമാണ് ഇമാമുന ഷാഫി റളിയല്ലാഹു തആല. മാത്രമല്ല അദ്ദേഹം 7 വയസ്സ് പ്രായമാകുമ്പോഴാണ് പരിശുദ്ധ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തന്റെ 7ാമത്തെ വയസ്സിൽ പരിശുദ്ധ ഖുർആൻ ഹിഫ്ള് ചെയ്തു എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം. അപ്പൊ അദ്ദേഹം തജ്വീദ് പ്രകാരമുള്ള ഈ ഖുർആൻ ഹിഫ്ള് പഠിക്കുന്നത് പരിശുദ്ധ മക്കയിലെ തജ്വീദ് പണ്ഡിതനായ ഇസ്മാഈൽ ഇബ്നു ഉസ്തംബീനി എന്ന് പറയുന്ന മഹാനിൽ നിന്നാണ്. മാത്രമല്ല മക്കയിൽ നിന്ന് പരിശുദ്ധ ഖുർആനിന്റെ തഫ്സീറുകൾ, വ്യാഖ്യാനങ്ങൾ വളരെ വിശദമായി തന്നെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പഠിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറുകളെ ആധാരമാക്കിയാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തഫ്സീർ പഠിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ ലീഡർ എന്ന പേരിലാണ് മഹാനായ ഇമാം ഷാഫി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അറിയപ്പെടുന്നത്. അതുപോലെ അബ്ദ് തുടങ്ങിയ എല്ലാ വിഷയങ്ങളിലും വളരെ ആവാകാഹം നേടുകയും അതുപോലെ ما أفلح في العلم إلا من طلب في القلة ولقد كنت أطلب فن القراطيس فتعسراني إن മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഒരുപാട് പ്രാരാബ്ധങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ചുകൊണ്ട് വളരെ ദുഷ്കരമായ ജീവിതത്തിനിടയിലാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഈ വക കാര്യങ്ങളൊക്കെ കരസ്ഥമാക്കാൻ ചെയ്തിട്ടുള്ളത്.
മൈക്ക് ഹലോ ക്ലിയർ ആണ്? ഓക്കെ ഓക്കെ. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ക്ലിയറല്ലേ ഉസ്താദ് മുസ്ലിം ഇബ്നു ഖാലിദ് സൻജി ഇമാം അഹ്ലു മക്ക, പരിശുദ്ധ മക്കയിലെ ഇമാമും മുഫ്തിയുമായ മുസ്ലിം ഇബ്നു ഖാലിദ് സൻജി എന്ന് പറയുന്ന മഹാൻ ഒരിക്കൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇഫ്തി യാ അബാ അബ്ദുല്ലാഹ് ഫഖദ് വല്ലാഹി ആന ലക അൻ തുഫ്ത. അബ്ദുല്ലാഹ്, നിങ്ങൾ ഫത്വ നൽകിക്കോളൂ. നാലുകളിൽ പരിശുദ്ധ ഖുർആനും ഹദീസും ആധാരമാക്കി എല്ലാ അർത്ഥത്തിലും ഫത്വ നൽകാനുള്ള ആധികാരികമായ അനുവാദം ഉസ്താദുകളിൽ നിന്ന് മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു നേടിയെടുക്കുന്നത് 15-ാമത്തെ വയസ്സിലാണ്. പതിനഞ്ചാമത്തെ വയസ്സിൽ മതവിധികൾ നടപ്പിലാക്കാനുള്ള അധികാരം ഉസ്താദ് ആധികാരികമായി മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു നൽകുകയാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു കേൾക്കാൻ ഇടയായപ്പോഴാണ് ഇമാം മാലിക് തങ്ങളെ കാണാനും അദ്ദേഹത്തിൽ നിന്ന് ഇൽമു പഠിക്കാനും മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചുകൊണ്ട് മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുവത്ത എന്ന് പറയുന്ന സുപ്രസിദ്ധമായ ഗ്രന്ഥം മുഴുവനും കാണാതെ പഠിച്ചുകൊണ്ട് ആ ഗ്രന്ഥവുമായിട്ടാണ് മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു മാലിക് ഇമാമിനെ കാണാൻ വേണ്ടി ചെല്ലുന്നത്. അതിൽ അദ്ദേഹത്തിന്റെ സന്നദ്ധിയിൽ എത്തിയപ്പോൾ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കണ്ട മാത്രയിൽ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ മുഹമ്മദ് ഇത്തഖില്ലാഹ് വജ്തനിബിൽ മആസ് ഫസയകൂനു ലക ശഅനൻ മിൻ ശഅൻ إن الله ألقى على قلبك نورا فلا تطفئه بالمعاص. ഉസ്താദ് അദ്ദേഹത്തെ കണ്ട മാതൃകയിൽ പറഞ്ഞു, അല്ലാഹുവിനെ സൂക്ഷിക്കണം, എല്ലാ പാപങ്ങളും വെടിയണം. നിനക്ക് ദാസുരമായ ഒരു കാര്യമുണ്ട് മോനെ മുഹമ്മദ്. തീർച്ചയായും അല്ലാഹു നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പ്രകാശം വിട്ടിരുന്നിരിക്കുന്നു. ഒരിക്കലും ആ പ്രകാശത്തെ പാപങ്ങൾക്ക് കെടുത്തി കളയാൻ സാധ്യമല്ല എന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ശാഫിഈ ഇമാമിനെ കണ്ട മാത്രയിൽ പറയുകയാണ് ഉണ്ടായത്. പിറ്റേ ദിവസം ദർസ് പഠിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സന്നദ്ധിയിൽ എത്തിയപ്പോൾ ഒരുപാട് ശിഷ്യന്മാരുടെ രൂപത്തിൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന് നേരത്തെ ക്ലാസ് എടുക്കുമ്പോൾ അത് വായിക്കാൻ വേണ്ടി ഉസ്താദ് പറഞ്ഞപ്പോൾ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ വായിക്കാം. അങ്ങനെ ഉസ്താദ് വായിക്കാൻ പറഞ്ഞപ്പോൾ മുവത്ത എന്ന് പറയുന്ന സുപ്രസിദ്ധമായ ഗ്രന്ഥം, നൂറുകണക്കിന് പേജുകളുള്ള ഗ്രന്ഥം മുഴുവനും കാണാതെ പഠിച്ചിട്ടാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വന്നത് എന്നറിഞ്ഞപ്പോൾ ഉസ്താദ് വളരെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. എന്ന് മാത്രമല്ല, ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ അഗാധമായ പാണ്ഡിത്യവും കഴിവുകളുമെല്ലാം ഉസ്താദ് അംഗീകരിക്കുകയും ഉസ്താദ് ഒരുപാട് ആശീർവദിക്കുകയും ചെയ്ത സംഭവം മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം. അദ്ദേഹത്തിന്റെ മജ്‌ലിസിനെ കുറിച്ച് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. അഥവാ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞാൽ മഹാനായ ശാഫിഈ റളിയല്ലാഹു അൻഹു എവിടെയിരിക്കും? അപ്പോൾ ഒരുപാട് ആളുകൾ പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സന്നിധിയിൽ ഹാജരാകും. അങ്ങനെ സുബ്ഹ് നിസ്കാരം മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ ളുഹാ നിസ്കാരത്തിന്റെ സമയം വരെ ഖുർആൻ ക്ലാസ്സിൽ മുഴുകും. അങ്ങനെ ളുഹാ നിസ്കാരം കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് ഹദീസ് പഠിക്കാനുള്ള ഒരുപാട് ആളുകൾ വരും. തഫ്സീറുകൾ അന്വേഷിക്കുകയും ഹദീസുകളെ കുറിച്ച് പഠിക്കുകയും അങ്ങനെ സൂര്യൻ ഉദിച്ചുയരുന്ന ളുഹറിന്റെ സമയം വരെ ഹദീസ് ക്ലാസ് നടക്കുകയും ളുഹർ നിസ്കാരത്തിന് ശേഷം അതുപോലെ മറ്റ് ഗ്രാമപരമായ വിഷയങ്ങളും ശറഈപരമായ മറ്റു കാര്യങ്ങളും ചർച്ച ചെയ്യുകയും മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം ദിക്റിന്റെയും അഥവാ ആത്മീയമായ സദസ്സുകളും രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞ് രാത്രി ആ സമയം വരെ ഖബറിനെ കുറിച്ചും മഹ്ശറയെ കുറിച്ചും ഓർത്തെടുത്ത് കരയുന്ന സദസ്സുകളും ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ഹദി ഖുറൈശൻ ഫഇന്ന ആയിനഹാ യംലഉ തിബാഖൻ ലൽഇൽമ. അല്ലാഹുവേ, ഖുറൈശികൾക്ക് നീ സന്മാർഗ്ഗം നൽകണം. തീർച്ചയായും ആ ഖുറൈശികളിൽപ്പെട്ട ഒരു ആലിം ഭൂമിയിൽ മുഴുവൻ എഴുന്നു നടക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചത് മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് എന്ന് മഹാന്മാരായ മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ
ആത്മീയ രംഗത്ത് തസവൂഫിന്റെ അഥവാ തസ്കീയത്തിന്റെ മേഖലകളിലും വളരെ ശോഭിക്കുകയും ഒരുപാട് സംഭാവനകൾ അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. എന്ന് മാത്രമല്ല, രാത്രിയെ 3 ഭാഗമായി അദ്ദേഹം മാറ്റുകയും അതിൽ 3 ഭാഗം എൽമനിക്ക്, 3 ഭാഗം ഉറങ്ങുവാനും, 3 ഭാഗം ഇബാദത്ത് ചെയ്യുവാനും, അങ്ങനെ രാത്രിയിൽ 3 ഭാഗമാക്കി തിരിക്കുകയും അതിൽ 7 ഭാഗം ഇൽമ പഠിക്കുന്നതിലും ഉറങ്ങുന്നതിലും അതുപോലെ ഇബാദത്തിന് വേണ്ടി ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മാറ്റിവെച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ ഒരു ദിവസം 1 പ്രാവശ്യം ഖത്ം ചെയ്യുന്ന സ്വഭാവം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനുണ്ട്. രാവിലെ പകലിലുമായി ഒരു ദിവസം 1 ഖത്ം എഴുതിത്തീർത്തിരുന്നു. അത് പരിശുദ്ധ റമദാനാകുമ്പോൾ രാത്രിയിലും പകലിലുമായി 1 ഖത്ം വീതം 2 പ്രാവശ്യം ഖത്മുൽ ഖുർആൻ ഒരു ദിവസം ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു നടത്തിയിട്ടുണ്ട് എന്നാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. എന്ന് മാത്രമല്ല, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മരണത്തെക്കുറിച്ചും ഖദറിനെ കുറിച്ചും മഹ്ശറയെ കുറിച്ചും ക്ലാസുകൾ സംഘടിപ്പിക്കുമ്പോൾ ആ സദസ്സിൽ പൊട്ടിക്കരയുന്ന ജനങ്ങൾ, മാത്രമല്ല നേരം വിട്ടു വീഴുന്നവരും വളരെ ദുഃഖിച്ചുകൊണ്ട് വിഷമം പ്രകടിപ്പിക്കുന്നവരുമൊക്കെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലുണ്ടായിരുന്നു. ലോകത്തിന് ഒരു ഉപദേശം എന്ന നിലക്ക് ഒരു മനുഷ്യരാവശ്യമായ 4 കാര്യങ്ങൾ ഒരിക്കൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു. നമുക്കൊക്കെ അതിൽ വലിയൊരു പാഠമുണ്ട്. അഥവാ അദ്ദേഹത്തിന്റെ സുപ്രസിദ്ധമായ വാക്കുകളിൽ ഒരു വാക്കാണ് അദ്ദേഹം മനുഷ്യന്റെ വിജയത്തിനാവശ്യമായ 4 കാര്യങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഹുസ്നുൽ ഖുൽഖ് അഥവാ സൽസ്വഭാവമാണ്. രണ്ടാമത്തത് പരിശുദ്ധിയാണ്, ജീവിതത്തിലുള്ള വിശുദ്ധിയാണ്. മൂന്നാമത്തത് താഴ്മയും, 4മത്തത് ഇബാദത്തും. അപ്പൊ സൽസ്വഭാവവും വ്യക്തിവിശുദ്ധിയും താഴ്മയും ഇബാദത്തും ഒരുമിച്ച് വരുമ്പോഴാണ് ഒരു മനുഷ്യന് പൂർണ്ണ വിജയം ഉണ്ടായിത്തീരുന്നത് എന്ന് മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ ഈ ഇസ്ലാമിക വിഷയങ്ങൾ ദർസ് നടത്തുന്നതിന്റെയും ഗവേഷണം നടത്തുന്നതിന്റെയും ഇബാദത്തുകൾക്കിടയിലും മഹാനഗരങ്ങൾ വലിയൊരു രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരവസ്ഥയിലായിരുന്നു. അഥവാ ഡാഷൂർ എന്ന് പറയുന്ന രോഗം കൊണ്ട്, മൂലക്കുരുവിന്റെ അസുഖം കൊണ്ട് വളരെയധികം പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥ മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനായ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി ഒരിക്കൽ പറയുകയുണ്ടായി, ഉസ്താദ് രാവിലെ സുബ്ഹി നമസ്കാരത്തിന് ശേഷം ഒരു പാത്രത്തിന്റെ മുകളിലാണ് ഇരുന്ന് ഞങ്ങൾക്ക് ദർസ് നടത്താറുള്ളത്. ആ പാത്രത്തിന്റെ മുകളിലിരുന്ന് ദർസ് നടത്തി വൈകുന്നേരം വരെ അവിടെ ഇരുന്ന് വൈകുന്നേരമാകുമ്പോൾ ഞങ്ങൾ ആ പാത്രം എടുത്തു നോക്കുമ്പോൾ ആ പാത്രം നിറയെ രക്തമുണ്ടാകുമായിരുന്നു. ആ പാത്രത്തിലുള്ള രക്തം കൊണ്ടുപോയി ഞങ്ങൾ അത് കളയും. ഉസ്താദ് ഡാഷൂർ എന്ന് പറയുന്ന മൂലക്കുരുവിന്റെ അസുഖം കൊണ്ട് വളരെ പ്രയാസപ്പെട്ടിട്ട് പോലും ഞങ്ങളുടെ ദർസ് ഒഴിവാക്കാറായില്ലായിരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, പരീക്ഷണങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ പരീക്ഷ നേരിടുന്നവർ അഥവാ അശദ്ദുന്നാസി ബലാഅൻ അൽ-അംബിയാ, പരീക്ഷണങ്ങളുടെ രൂപത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിടുന്നത് അമ്പിയാക്കളാണ്. പിന്നെ അതിനോടടുത്തവരാണ്, പിന്നീട് അതിനോടടുത്തവരാണ്. ഇങ്ങനെ എല്ലാ നിലക്കും ദാരിദ്ര്യവും പ്രയാസങ്ങളും രോഗങ്ങളും എല്ലാം അവഗണിച്ചുകൊണ്ട് 10 ലക്ഷത്തോളം ഹദീസ് മനഃപാഠമാക്കിയ 7 വയസ്സിൽ ഖുർആൻ മുഴുവനും തഫ്സീർ ചെയ്ത അതേപോലെ സാധാരണ ഒരു പഠിത്തമല്ല, അഗാധമായ തഫ്സീർ സഹിതം അതിന്റെ തജ്വീദ് പാരായണ നിയമം സഹിതം 7ാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപാഠമാക്കുകയും 15ാമത്തെ വയസ്സിൽ അഥവാ നമുക്കൊക്കെ പ്രായപൂർത്തിയാകുന്ന വയസ്സാകുമ്പോൾ എല്ലാ മദ്ഹബിലും ഫത്വ കൊടുക്കാനുള്ള ആധികാരികമായ യോഗ്യത നേടിയ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹുവിന് 10 ലക്ഷത്തോളം ഹദീസ് മനഃപാഠമുണ്ട് എന്ന് പറയുമ്പോൾ ആ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ തള്ളണമെന്നും ഇമാം ഷാഫിയുടെ ആവശ്യമില്ല എന്നും ഖുർആനിൽ നിന്ന് നമ്മൾ നേരിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കണമെന്ന് പറയുന്നതും അത് വിവരക്കേടാണ്, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ആശയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ അവസാന കാലം ഉസ്താദ് വിഷമത്തിലായപ്പോൾ രോഗിയായി മരണാസന്നനായി കിടക്കുന്ന സമയത്ത് ശിഷ്യന്മാരൊക്കെ സന്ദർശിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കും, ഉസ്താദ് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഈ ദുനിയാവോട് യാത്ര പറയാൻ പോവുകയാണ്, ഞാൻ എന്റെ കൂട്ടുകാരോട് വിട പറയാൻ പോവുകയാണ്.
ഞാനെല്ലാം ഈ ദുനിയാവിന്റെ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കാൻ കഴിയുകയാണ്. മാത്രമല്ല ഏകനായ അല്ലാഹുവിൽ എന്റെ എല്ലാ പ്രതീക്ഷയും അർപ്പിച്ചുകൊണ്ട് ഞാൻ പോകുകയാണ്. എനിക്കറിയില്ല എന്റെ ആത്മാവിൽ എവിടേക്കാണ് പോകുന്നത് എന്ന് എനിക്കറിയില്ല. സ്വർഗത്തിലേക്കാണോ അതല്ല നരകത്തിലേക്കാണോ? സ്വർഗത്തിലാണെങ്കിൽ ഞാൻ വിജയിച്ചു. അഥവാ എന്റെ ആത്മാവെങ്ങാനും നരകത്തിലാണ് ചെന്നുകിടുന്നതെങ്കിൽ എന്തായിരുന്നു എന്റെ അവസ്ഥ എന്നോർത്തുകൊണ്ട് മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു എന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത്രത്തോളം തഖ്വയുള്ള ഭക്തിയുള്ള വലിയൊരു മഹാനാണ് ശാഫിഈ റളിയല്ലാഹു അൻഹു. അവരുടെ മനതുകൊണ്ട് ഇൽമിന്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞാൻ ഈ സംഭവം പറഞ്ഞത് നാം കർമ്മശാസ്ത്ര രംഗത്ത് നാം ആധാരമാക്കുന്നത് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെയാണ്. അപ്പൊ ഇമാം ഷാഫി സ്വന്തമായി ഖുർആനിലെ ഹദീസിലെ ഒന്നും പെടാത്ത കാര്യം സ്വന്തമായി ഒരു അഭിപ്രായ പ്രകടനം നടത്തി ഗവേഷണം നടത്തി നമുക്ക് പറഞ്ഞു തന്നതല്ല. ഇത്രത്തോളം അഗാധമായ പാണ്ഡിത്യം നേടിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിലും ഹദീസിലും ഗവേഷണം നടത്തിക്കൊണ്ട് വളരെ വ്യക്തിപരമായ വ്യക്തമായ നിലക്കാണ് ലോകത്തോട് തന്റെ ആശയങ്ങൾ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല 4 മദ്ഹബിന്റെ ഇമാമുകളെയും സൂക്ഷിച്ചുകൊണ്ട് എല്ലാ മദ്ഹബിലും പറയപ്പെട്ട കാര്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് അതിന് അംഗീകാരം എന്നവർക്ക് അതും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പല മസ്അലകളും ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് മദ്ഹബിന്റെ ഇമാമുകളെ ഒരിക്കലും തള്ളിപ്പറയുക സാധ്യമല്ല. ആ മദ്ഹബിന്റെ ഇമാമുകളുടെ മാതൃക പിൻപറ്റിക്കൊണ്ട് അതിനനുസരിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷയുകയും. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു തങ്ങൾ പറയണം നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്ന് നിങ്ങൾ പിൻപറ്റണം. അഥവാ ഇത്തിബാ ഉണ്ടാകണം. ഇത്തിബാ അഥവാ പിന്തുടർച്ച ഇല്ലാത്ത കാലത്തോളം അല്ലാഹുവിന്റെ സ്നേഹം സമ്പാദിക്കാൻ സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് മഹാന്മാരായ മുഫസ്സിറുകളെ മഹാന്മാരായ ഇമാമുകളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഖുർആൻ പഠനം, ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു വിജയം അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമം അത് ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല എന്ന് ഈ വേളയിൽ നാം ഓരോരുത്തരും മനസ്സിലാക്കുക, പഠിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും ഖുർആൻ പഠിക്കുമ്പോഴും ഖുർആൻ ഓടുന്നവരോടും ഖുർആൻ പഠിക്കുന്നവരോടും ഏറ്റവും കൂടുതൽ അലർജിയുള്ള ശക്തിയാണ് പൈശാചികമായ ശക്തി. പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നു ഫഇദാ ഖറഅത ഖുർആന ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. സൂറത്തുൽ നഹ്ലിൽ കാണാം ഫഇദാ ഖറഅത ഖുർആന ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നബിയെ തങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ ശപിക്കപ്പെട്ട ഇബ്ലീസിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ ചോദിക്കണം. ആ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ ചോദിച്ചിട്ട് വേണം ഖുർആൻ പാരായണം ചെയ്യാൻ എന്ന് അല്ലാഹു പറയുന്നു. അതാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അത് സുന്നത്താണ്. ഇതിന്റെ കാരണം ഇബ്ലീസ് എന്ന് പറയുന്ന ആ ഒരു ശക്തി അല്ലാഹുവിന്റെ ആനുകൂല്യം പറ്റിക്കൊണ്ട് അല്ലാഹു നൽകിയ കഴിവും എല്ലാ അർത്ഥത്തിലും അല്ലാഹുവിന്റെ സഹായം ലഭിച്ചുകൊണ്ട് ഇവിടെ ശൈലവിഹാരം നടത്തുന്ന ഒരു ശക്തിയാണ് പൈശാചികമായ ശക്തി. അഥവാ ഒരു കാവൽപ്പെട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മൾ ജമാനന്റെ അനുമതി മുതലാളിയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നതിന് മുമ്പ് അവിടെ പട്ടിയുണ്ടെങ്കിൽ നാം ആദ്യം വിളിച്ചു പറയും പട്ടി എന്ന് തിരിച്ചു കിട്ടുക. എന്തിനാണ്? യജമാനായ ആ വീട്ടുകാരന്റെ മുമ്പിലേക്ക് ചെല്ലാൻ. അതേപോലെ അല്ലാഹുവിന്റെ ആനുകൂല്യം പറ്റിക്കൊണ്ട് ഭൂമുഖത്ത് ശൈലവിഹാരം നടത്തുന്ന ആ പട്ടിയെ പിടിച്ചു കെട്ടാൻ യജമാനായ അല്ലാഹുവിനോട് പറയുന്നതാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എന്റെ കാരണം ആ പട്ടിയെ പിടിച്ചു കെട്ടാൻ നമുക്ക് സാധ്യമല്ല. കാരണം ഖുർആനിൽ പറയുന്നു അലം അഖ്റു ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. പരിശുദ്ധ ഖുർആൻ 36-ാം അധ്യായം സൂറത്ത് യാസീനിൽ അല്ലാഹു പറഞ്ഞത് ഇലൈക്കും യാ ബനി ആദം, മനുഷ്യരെ നിങ്ങൾക്ക് ഞാൻ ഒരു കരാർ നൽകിയിരുന്നു, നിങ്ങൾക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അല്ലാ തഅബുദു ശൈത്താൻ, പൈശാചിന്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിന്തുടരാൻ പാടില്ല, പിശാചിനെ നിങ്ങൾ അനുസരിക്കാൻ പാടില്ല, പിശാചിന്റെ ചുൽപ്പനയിൽ പെട്ടുപോകാൻ പാടില്ല. എന്റെ കാരണം ഇന്നോടൊപ്പം അദ്ദേഹം അവൻ നിങ്ങളുടെ പ്രകടമായ ശത്രുവാൻ.
നിങ്ങൾ എന്നെ ആരാധിക്കുക, ഇതാണ് മുസ്തഖീമായ മാർഗം, യഥാർത്ഥ വഴി ഇതാണ്, ഈ വഴിയിൽ നിങ്ങൾ വരിക എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അല്ലാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്നതാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന വാക്കിന്റെ അർത്ഥം. പരിശുദ്ധ ഖുർആനിൽ ശൈത്താൻ എന്ന ആ വാക്ക് 89 സ്ഥലങ്ങളിൽ കാണാം. 89 സ്ഥലങ്ങളിൽ കാണാം. നോക്കൂ, നിസ്കാരത്തെ കുറിച്ച് 79 സ്ഥലത്താണ്. 10 പേരിൽ 89 സ്ഥലങ്ങളിൽ പിശാചിനെ കുറിച്ച് അല്ലാഹു പരാമർശിച്ചിട്ടുണ്ട്. അതെന്താ പിശാചിനോടുള്ള ബഹുമാനം കൊണ്ടല്ല, അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തിരിക്കുന്നതാണ്. ശൈത്താൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൂരത്തായവൻ, ശാപമേറ്റവൻ എന്നൊക്കെ അതിൽ അർത്ഥമുണ്ട്. എല്ലാ തിന്മകൾക്കും എല്ലാ തോന്നിവാസങ്ങൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്നവൻ പിശാചാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുക്കളിൽ ഒന്നാണ് പിശാച്. ദേഹേച്ഛ നമ്മുടെ ശത്രുവാണ്, പിശാച് നമ്മുടെ ശത്രുവാണ്. ഇത് രണ്ടും കഴിഞ്ഞ് മൂന്നാമതാണ് മറ്റുള്ള ബാഹ്യമായ ശത്രുവിനെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യമായി നമ്മുടെ ദേഹേച്ഛയും അതുപോലെ പൈശാചികമായ പ്രേരണകളെയും തിരിച്ചറിയുവാനും അത് പ്രതിരോധിക്കുവാനും നാം തയ്യാറാകേണ്ടതുണ്ട്. അതുകൊണ്ട് ഖുർആൻ എഴുതുക എന്ന ആ ഒരു കർമ്മത്തോടാണ് ഏറ്റവും കൂടുതൽ അലർജി പിശാചിനുള്ളത്. അതുകൊണ്ട് പിശാചി എന്ന് പറയുന്ന ശക്തിയെ പിടിച്ചു വെക്കാൻ നമുക്കല്ലാതെ മറ്റൊരാൾക്കും സാധ്യമല്ല. നമ്മൾ ആലോചിച്ച് നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, തീർച്ചയായും എന്റെ ശാപം നിന്റെ മേലിലുണ്ടാകും, ലോകാവസാനം വരെ എന്റെ ശാപം നിന്റെ മേലിലുണ്ടാകും. പരിശുദ്ധ ഖുർആൻ സൂറത്ത് സ്വാദ് 38-ാം അധ്യായം 7 മുതൽ 88 വരെയുള്ള വചനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട സംഭവം അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ ഖുർആൻ സൂറത്തുൽ ബഖറയിലും സൂറത്തുൽ കഹ്ഫിലും ഇതേപോലെയുള്ള വിവരണങ്ങൾ ഖുർആൻ നമുക്ക് നൽകുന്നുണ്ട്. ഖുർആനിന്റെ മറ്റു സ്ഥലങ്ങളിലും ഇത് കാണാം. അല്ലാഹു മലക്കുകളോട് പറഞ്ഞ സന്ദർഭം, ഇന്നി ഖാലിഖുൻ ബശറൻ മിൻ തീൻ فإذا سويته ونفخت فيه من روحي فقعوا له ساجدين فسجد الملائكة كلهم أجمعون إلا إبليس استكبر وكان من الكافرين قال يا إبليس ما منعك أن تسجد لما خلقت بيدي أستكبرت أم كنت من العالين قال أنا خير منك خلقتني من نار وخلقته من طين. ഈ അഭിപ്രായം ഇബ്ലീസ് പ്രകടിപ്പിച്ചപ്പോൾ അഥവാ മലക്കുകളോട് ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു ഉണ്ടാക്കി, ആ ആദമിന് ആത്മാവ് നൽകി, മാലാഖമാരോട് ഒന്നടങ്കം സുജൂദ് ചെയ്യാൻ വേണ്ടി അല്ലാഹു കൽപ്പിച്ചപ്പോൾ മലക്കുകൾ മുഴുവനും അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ആദമിന് സുജൂദ് നൽകി. ഇല്ല ഇബ്ലീസ് ഒഴികെ. വകാന മിനൽ കാഫിരീൻ, അവൻ സത്യനിഷേധികളിൽപ്പെട്ടു. قال يا إبليس ما منعك أن تسجد لما خلقت بيدي, ഞാൻ കൽപ്പിച്ച ഒരു കൽപ്പനക്ക് എതിര് പ്രവർത്തിക്കാൻ അഥവാ സുജൂദ് ചെയ്യാൻ നിന്നെ തടഞ്ഞ വസ്തുത എന്താണ് ഇബ്ലീസ് എന്ന് ചോദിച്ചപ്പോൾ ആദമിനേക്കാളും ഖൈറായവൻ ഞാൻ തന്നെയാണ് റബ്ബ്. കാരണം ആദമിനെ നീ കളിമണ്ണ് കൊണ്ടാണ് സൃഷ്ടിച്ചത്, എന്നെ നീ സൃഷ്ടിച്ചിരിക്കുന്നത് തീ കൊണ്ടാണ് എന്ന അഭിപ്രായം, അഹങ്കാരത്തിന്റെ ശബ്ദം ഇബ്ലീസിൽ നിന്ന് വന്നപ്പോൾ അല്ലാഹു പറഞ്ഞു, ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം, നീ സ്വർഗ്ഗത്തിൽ നിന്ന് പോകണം, നീ പുറത്തുപോ. കോലർ പിടിച്ചല്ല വാട്ടി പറഞ്ഞേക്കുന്നു ഇബ്ലീസിനെ. എന്നിട്ട് പറയുന്നു, ഇന്നക റജീം, തീർച്ചയായും നീ ആട്ടപ്പെട്ടവനാണ്, നീ ദൂരത്തായവനാണ്. അതാണ് ശൈത്താൻ റജീം, ശപിക്കപ്പെട്ടവനാണ്, ശപിക്കപ്പെട്ട ശൈത്താൻ. ആ ശൈത്താനിൽ നിന്നാണ് കാര്യം ചോദിക്കുന്നത്. ഇബ്ലീസിനെ പുറത്താക്കുമ്പോൾ അല്ലാഹുവിനോട് ഇബ്ലീസ് പറഞ്ഞൊരു കാര്യം, ആ പുനർധാരണ നാളിൽ, ആ നാളുവരെ നിന്റെ കാവൽ എനിക്കുണ്ടാവണം.
നിന്റെ പ്രത്യേകമായ ഒരു സംരക്ഷണം നിന്റെ മേലോട്ടും ആ അവസാന സമയം വരെ ഉണ്ടാകണം അല്ലാ എന്ന് ഇബ്ലീസ് പറഞ്ഞപ്പോൾ അല്ലാഹു മറുപടി പറഞ്ഞു, നിശ്ചിതമായ അവധി എത്തുന്നത് വരെ നിനക്ക് പ്രത്യേകമായ കാവൽ ഞാൻ ഏർപ്പെടുത്തുന്നതാണ്. അപ്പൊ ഇതിന് സാധ്യമായി മുൻപ് എന്ന നിലക്ക് എന്തൊരു രോഗത്തിന് പോലും ലോകാവസാനം വരെ ഒരാൾക്കും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്ന് അല്ലാഹുവിനോട് ഉറപ്പ് വാങ്ങിയതിനു ശേഷമാണ് ഇബ്ലീസ് പറയുന്നത് ആ ഒരു കാര്യം. നോക്കൂ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇബ്ലീസിന്റെ പേര് കേൾക്കുമ്പോൾ ഒരുപാട് നാം അന്ന് മുതൽ ഇന്ന് വരെ ഇബ്ലീസിന്റെ മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ. അല്ലാഹു പറഞ്ഞതാണ്, ലോകാവസാനം വരെ എന്റെ മേലിൽ എന്റെ ശാപം ഉണ്ടാകട്ടെ. അല്ല പറഞ്ഞതാണ് എന്റെ ശാപം നിന്റെ പേരുണ്ടാകട്ടെ. അങ്ങനെ അബീബസ്ലാം മുതൽ 1,24,000 തരം അമ്പിയാ മേശകളടക്കം അതിനുശേഷമുള്ള ഉലഫാഉർ-റാഷിദുകൾ, മഹാന്മാർ, സലഫുസ്വാലിഹീകൾ തുടങ്ങിയ ഒരുപാട് മഹാന്മാരും ഔലിയാക്കളും അമ്പിയാക്കളും സലഫുസ്വാലിഹീകൾ അടങ്ങുന്ന വൻ ടീം തന്നെ ഇബ്ലീസിനെതിരെ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. ലഅനത്തുല്ലാഹി അലൈഹി, അവന്റെ മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ, അവന്റെ മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് നാം ആലോചിച്ചു നോക്കൂ. ഇബ്ലീസിന്റെ ഒരു രോഗം പോലും ഇന്നേ വരെ കുറഞ്ഞു പോയിട്ടില്ല. ഒരു രോഗത്തിന് പോലും ഇളക്കം വരുത്താൻ ഈ പ്രാർത്ഥനകൾ കൊണ്ട് സാധിച്ചിട്ടില്ല. എന്റെ കാരണം ഹിജാബത്തില്ലാത്തവർ ദുആ ചെയ്യുന്നത് കൊണ്ടാണോ? അല്ലാഹുവിന്റെ റസൂൽ മാനത്തേക്ക് കൈയുയർത്തേണ്ട താമസം, അല്ലാഹുവിന്റെ റസൂൽ മാനത്തേക്ക് കൈയുയർത്തേണ്ട താമസം മഹാനായ ഹബീബ് റസൂലുള്ളാഹി തങ്ങളുടെ മനസ്സിൽ എന്താശയമാണ് ഉദിക്കുന്നത് അത് മുൻകൂട്ടി മനസ്സിലാക്കി അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുന്ന സംഭവം. ഈ ആയത്തിൽ നിന്ന് മനസ്സിലാകുന്നത് പ്രവാചകരെ കിബില മാറണമെന്ന് നിങ്ങളുടെ മനസ്സ് മന്ത്രിക്കുന്ന കാര്യം നാം മനസ്സിലാക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മാനത്തേക്ക് തലയുയർത്തുന്ന സംഭവം ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് തിരിഞ്ഞു നിസ്കരിച്ചോളൂ. ആ കിബില മാറ്റവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താല്പര്യം അല്ലാഹു വകവെച്ചു കൊടുക്കുന്നത് ഖുർആനിലൂടെ നമുക്ക് കാണാം. അതുപോലെ പ്രവാചകന്മാരൊക്കെ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനകൾ അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇബ്ലീസിന്റെ വിഷയത്തിൽ ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ട് നാം ഇന്ന് ഈ നിമിഷം വരെ ഒരുപാട് ആളുകളിൽ അലച്ചില്ലാതെ രീതിയിൽ നിങ്ങൾ കമന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇബ്ലീസിന്റെ ഒരു രോഗത്തിന് പോലും ഒരു തകരാറ് സംഭവിപ്പിക്കാൻ ഇന്ന് വരെ നമുക്കാർക്കും സാധിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അല്ലാഹു ഇബ്ലീസിന് ഒരു വാക്ക് കൊടുത്തു, ആ നിശ്ചിത സമയം വരെ നിനക്ക് ഞാൻ എന്റെ പ്രത്യേകമായ കാവൽ ഏർപ്പെടുത്തുന്നതാണ്. അങ്ങനെ അല്ലാഹുവിൽ നിന്ന് എന്റെ രോഗത്തിന് പോലും ഒരു പേര് ഏൽപ്പിക്കാൻ ഒരാൾക്കൊന്നും സാധ്യമല്ല. ലോകാവസാനം എനിക്ക് റബ്ബിന്റെ പകച്ചുണ്ടാകുമെന്ന് ആ ഉറപ്പിലേക്ക് വാങ്ങിയതിനു ശേഷം ഇബ്ലീസ് പറയുന്നു, അങ്ങനെയാണെങ്കിൽ എല്ലാവരെയും ഞാൻ പ്രവർത്തിക്കും, ഞാൻ എല്ലാവരെയും പ്രവർത്തിക്കും, ഒരാളെയും ഞാൻ വിടുന്നതല്ല. എന്നാൽ നിന്റെ ഇഖ്ലാസുള്ള മുഅ്മിനീങ്ങളെ പ്രവർത്തിക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല റബ്ബേ. ഇബ്ലീസ് പറയുന്നു, നിഷ്കളങ്കരായ മുഅ്മിനീങ്ങളോട് അടുത്തു പോകാൻ എനിക്ക് സാധ്യമല്ല. ആ നിഷ്കളങ്കരായ മഹാന്മാരിൽപ്പെട്ട ഒരാളാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. എല്ലാവരും കണ്ടാൽ പിശാച് മാറിപ്പോകുന്നു. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, നമ്മൾ മുഴുവനും പ്രവർത്തിക്കാൻ ഇബ്ലീസ് അല്ലാഹുവിന്റെ മുമ്പിൽ വെച്ചാണ് പറയുന്നത്, ഞാൻ മുഴുവനും പ്രവർത്തിക്കും. അതുകൊണ്ട് അല്ലാഹു നമ്മളെ മുഖ്ലിസീങ്ങളിൽ ഉൾപ്പെടുത്തി മാറാകട്ടെ. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, നിങ്ങൾ അല്ലാഹുവിനോട് സദാ കാലം ചോദിക്കണം. പാരായണം ചെയ്യുമ്പോൾ ശ്രമിക്കപ്പെട്ട ഇബ്ലീസിൽ നിന്ന് കാവൽ ചോദിക്കണം എന്ന് അല്ലാഹു പ്രത്യേകമായി സൂറത്തുൽ നഹ്ലിൽ പറയാനുണ്ടായ കാരണം അതാണ്. എല്ലാ താങ്കളുടെ വിഷയത്താണ് എന്റെ ഉലക്കും അദ്ദേഹം ഇബ്ലീസിന് പറയുമ്പോൾ സാധാരണ പ്രകടമായ പ്രത്യക്ഷത്തിൽ കാണുന്ന ശത്രുവല്ല. ഗുണത്തിനോ ആശക്കോ വകയില്ലാത്ത രൂപമോ ഭാവമോ ഇരുവരുമാകാം, ഏത് രൂപത്തിലുമാകാം. അവന്റെ രൂപത്തെക്കുറിച്ച് അവന്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്കാർക്കും ഒരു തെളിയുന്നില്ല. എന്നാൽ ചുരുക്കത്തിൽ മനുഷ്യന്റെ മസ്തിഷ്കത്തെ സ്വാധീനിക്കാൻ ഇബ്ലീസിന് സാധിക്കും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മനുഷ്യന്റെ രക്തധമനികളിലൂടെ സഞ്ചരിക്കാനുള്ള കഴിവ് അല്ലാഹു ഇബ്ലീസിന് നൽകിയിട്ടുണ്ട്. അപ്പോ ബ്ലഡ് സർക്കുലേഷൻ വരെ സ്വാധീനിച്ചുകൊണ്ട് നമ്മുടെ ചിന്താ മണ്ഡലങ്ങളിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഇബ്ലീസിന്റെ കയ്യിൽ സാധിക്കും എന്നതാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മനുഷ്യൻ ചെയ്യുന്ന സുഹൃത്തുക്കളിൽ ഏറ്റവും മികച്ചതാണ് നിസ്കാരം, അതുപോലെ നോമ്പ്, ഖുർആൻ പാരായണം, മനസ്സ്, ബുദ്ധി, ശുദ്ധി, നല്ല കാര്യത്തെ എവിടെയുണ്ടെങ്കിലും നല്ല കാര്യത്തെ നടക്കുക എന്നതാണ് ശൈത്താനിന്റെ ജോലി എന്ന് മഹാന്മാരെ നമുക്ക് മനസ്സിലാക്കി തരും. അതുകൊണ്ട് എന്ത് വേണം? ആദ്യം തടസ്സങ്ങൾ നീക്കണം. നമ്മൾ ഏതൊരു വഴിയിലൂടെ നീങ്ങുമ്പോഴും ആ വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സം നീക്കാതെ സഞ്ചരിക്കുന്നത് വിഡിത്തമാണ്. നമ്മളൊരു പൂട്ടിക്കിടക്കുന്ന റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ പ്രവേശനത്തിന് തടസ്സമായി നിൽക്കുന്ന പൂട്ട് നമ്മൾ തുറക്കുന്നു, എന്നിട്ടാണ് ആ റൂമിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മൾ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ ബ്ലോക്ക് നീക്കി പോകാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിന്റെ മുമ്പിൽ ഏതെങ്കിലും ഒരു നിലക്ക് തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെ നീക്കുക എന്നതാണ് ബുദ്ധി. ഉദാഹരണത്തിന് നിസ്കാരമാകുന്ന അഫ്ളലുൽ ഇബാദത്ത് അല്ലാഹു ഖബൂൽ ചെയ്യണമെങ്കിൽ ആ നിസ്കാരത്തിന്റെ സ്വീകാര്യതയെ തടസ്സമാക്കുന്ന അശുദ്ധി എന്ന തടസ്സം നീക്കണം. അതാണ് നിസ്കാരത്തിന് തടസ്സം നൽകുന്ന രണ്ട് അശുദ്ധികളാണെന്ന് ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയും. അതുപോലെ നെജസും നെജസിൽ നിന്ന് ശുദ്ധിയാകുക, അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുക, ഉളൂ ചെയ്യുക, കുളിക്കുക എന്ന് പറഞ്ഞാൽ നിസ്കാരമാകുന്ന സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുന്നതിന് മുമ്പിൽ നിൽക്കുന്ന തടസ്സത്തെ നീക്കം ചെയ്യുക എന്നതാണ്. അതേപോലെ നമ്മുടെ കലിമത്ത് തൗഹീദിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കൂ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. നമ്മൾ പറയുന്നത് ലാ ഇലാഹ, അശ്ഹദു അൻ ലാ ഇലാഹ, ഒരു ഇലാഹും ഇല്ല. നമ്മൾ പറയാ ഒരു ഇലാഹും ഇല്ല, ഉടൻ തന്നെ പറഞ്ഞു വെക്കണം ഇല്ലല്ലോ, അല്ലാഹു അല്ലാതെ എന്തെങ്കിലും യാഥാർത്ഥ്യം ഒരു ഇലാഹുമില്ല, ഇല്ലല്ലോ. അതെന്തിനാണ് നിങ്ങൾ പറയുന്നത്? ഇല്ലല്ലാഹു ലാ ഇലാഹ, അല്ലാഹു അല്ലാതെ ഇല്ല, വേറെ ആരാധനയില്ല എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ നമ്മളെന്ത് പറയുന്നു? ലാ ഇലാഹ, ആരാധനക്കർഹൻ ഒരാളുമില്ല, എന്നിട്ട് പറയുന്നത് ഇല്ലല്ലോ, അല്ലാഹു ഒഴികെ. ഇതിന്റെ താല്പര്യത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ലാ ഇലാഹ, ആരാധനക്കർഹൻ എന്റെ മനസ്സിൽ ഒരാളും ഇല്ല, എന്റെ മനസ്സിൽ ശിർക്കില്ല, എന്റെ മനസ്സിൽ കാപട്യമില്ല, എന്റെ മനസ്സിൽ കുഫറില്ല, എന്റെ മനസ്സ് 100% ക്ലിയറാണ്. 916 പരിശുദ്ധിയാണ്, 72 കാരറ്റിന്റെ വാല്യൂവാണ്. എന്റെ മനസ്സ് ക്ലിയറാണ്. ലാ ഇലാഹ. അപ്പൊ മനസ്സിന്റെ ശിർക്കാകുന്ന, കുഫറാകുന്ന, കാപട്യമാകുന്ന തടസ്സങ്ങളിൽ നിന്ന് മനസ്സിനെ ക്ലിയർ ചെയ്തതിനു ശേഷം ഇല്ലല്ലോ, അല്ലാഹു എന്ന തൗഹീദിന്റെ ശബ്ദം നമ്മുടെ മനസ്സിൽ നമ്മൾ ആവാഹിക്കുകയാണ്. അപ്പൊ ഏതൊരു നല്ല കാര്യത്തിന്റെയും തടസ്സങ്ങൾ നീക്കുക എന്ന ആ ഒരു നിയമം മുന്നിൽ വെച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പഠിക്കാനും പാരായണം ചെയ്യാനും മനസ്സിലാകാനും തൽപരരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ തീരെ താല്പര്യമില്ലാത്ത ഇബ്ലീസ് നമ്മെ മുടക്കാനും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ മാറ്റിത്തീർക്കാനും ശ്രമം നടത്തും. ആ ശ്രമം ഇല്ലായ്മ ചെയ്യാൻ നാം ഉറക്കെ പറയണം, അത് നിസ്കാരത്തിൽ കടുക്കുകയും നിസ്കാരത്തിലല്ലാത്ത സമയത്ത് ഉറക്കുകയുമാണ് പറയേണ്ടത്. നിസ്കാരത്തിൽ അവധി ഇറക്കേണ്ടത് അനുജഹരായ ഉറക്കെ വരേണ്ട നിസ്കാരങ്ങളാണെങ്കിലും പതുക്കെ വരേണ്ട നിസ്കാരങ്ങളാണെങ്കിലും നിസ്കാരത്തിൽ പതുക്കുകയും നിസ്കാരത്തിന് പുറത്ത് ഉറക്കുകയും പറയണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇൻഷാ അല്ലാഹ് ഇത്രയും വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണർത്തിക്കൊണ്ട് തൽക്കാലം ഇന്ന് ഞാൻ ഉപസംഹരിക്കുകയാണ്. മതവുമായി ബന്ധപ്പെട്ട നല്ല സംശയങ്ങളും അതുപോലെ വേറെ നല്ല കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും താല്പര്യമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്പസമയം കൂടെ ഞാൻ സൈറ്റിൽ ക്ലാസ് റൂമിലുണ്ടാകും. നിങ്ങൾ മെസ്സേജിലൂടെ മൈക്കെടുത്ത് ചോദിക്കാവുന്നതാണ്. പിന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞതും കേട്ടതും അല്ലാഹു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു അവന്റെ ദീനിന് വേണ്ടി അവസാന നിമിഷം വരെ പടപെടുത്താൻ, അവസാന ശ്വാസം വരെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ ക്ലാസ്സിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു സഹോദരൻ
അദ്ദേഹത്തിന്റെ ഭാര്യ ക്യാൻസർ രോഗത്തിന്റെ സംശയം കൊണ്ട് മംഗലാപുരത്ത് ഇന്ന് ഓപ്പറേഷൻ കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിയുടെ രോഗം മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ആ സഹോദരിയുടെ ക്യാൻസർ എന്ന രോഗമില്ല എന്ന് പറഞ്ഞു അതിന്റെ റിസൾട്ട് അല്ലാഹു ഖൈറായ നിലക്കാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ 18 വയസ്സുള്ള BDSന് മംഗലാപുരത്ത് ലഭിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ 2 കിഡ്നിയും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലുള്ള ഒരു രോഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്കും ശമനം നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അല്ലാഹു സമാധാനം നൽകട്ടെ. തടസ്സറബേ ഹാർട്ട് ഫെയിലായി പോകുന്ന, കിഡ്നി വീക്കായി പോകുന്ന, ആന്തരികാവയവങ്ങളും ബാഹ്യാവയവങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്ന, കാതിന്റെ കേൾവി ശക്തി നഷ്ടപ്പെട്ടു പോകുന്ന, സംസാരശേഷി നഷ്ടപ്പെട്ടു പോകുന്ന രോഗങ്ങൾ ഞങ്ങൾക്ക് തരണ്ട അല്ലാഹ്. നിന്റെ ദിക്റിനും നിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്നതിനും നിന്റെ ഹബീബിന്റെ പേര് സ്വലാത്ത് ചൊല്ലുന്നതിനും തടസ്സമാകുന്ന രോഗങ്ങൾ ഞങ്ങൾക്ക് നൽകുന്നതല്ല. നിസ്കാരം നടക്കുന്ന രോഗം നീ തരല്ല റബ്ബേ. ഖുർആൻ മറന്നു പോകുന്ന രോഗം നീ തരല്ല റബ്ബേ. അല്ലാഹുവേ, സർവ്വരോഗങ്ങളിൽ നിന്നും ഞങ്ങളെയും നിങ്ങളുടെ മാതാപിതാക്കള്, മക്കള്, ഭാര്യമാര്, കുടുംബക്കാര്, കുട്ടികാര്, ഈ ക്ലാസ് റൂമിൽ സന്നിഹിതരായ മുഴുവൻ പഠിതാക്കൾ, ഈ സൗത്തിന്റെ അഥവാ ക്ലാസ് റൂമിന്റെ സംഘാടകർ, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളുടെ അവരുടെ കുടുംബത്തെയും രോഗങ്ങളിൽ നിന്ന് സലാമത്താക്കണേ അല്ലാ. മാരകമായ രോഗം ക്യാൻസറിന്റെ അടിമകളാക്കല്ല റബ്ബേ. അല്ലാഹുവേ, നിങ്ങൾ ചെയ്യുന്ന എല്ലാ സംരംഭങ്ങളിലും പ്രവർത്തനങ്ങളിലും പഠിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും ചെയ്യുന്നതിലും നീ ബർക്കത്ത് നൽകണേ അല്ലാ. മത്സരാറ്റങ്ങളിൽ നാടും വീടും കുടുംബവുമില്ലാതെ അല്ലാഹുവേ, ജീവിത കഷ്ടത്തിന് വേണ്ടി അധ്വാനിക്കുന്ന വേദനയും നിന്റെ ഇൽമിന് വേണ്ടി ഒരുമിച്ച് കൂടിയ നിന്റെ ഇൽമിന്റെ മജ്‌ലിസ് സ്വർഗത്തിന്റെ പൂന്തോട്ടാകുന്ന ക്ലാസ് റൂമാണെങ്കിലും സ്വർഗത്തിന്റെ പൂന്തോട്ടിലാണ് എല്ലാവരും ഉള്ളത്. പടച്ചറബേ, നീ ഖബൂലാക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യണേ അല്ലാ. ഞാൻ എന്റെ അറിവ് വെച്ച് പറഞ്ഞു കൊടുക്ക ഇൽമിൽ വന്ന അപാകതകളും വന്നിട്ടുണ്ടെങ്കിൽ ചെറുക്കണേ അല്ലാ. ഒരുപാട് കാലം കൊണ്ട് ദീനിനെ പിടിക്കാനും പഠിപ്പിക്കാനുമുള്ള തൗഫീഖ് നൽകണേ അല്ലാ. എല്ലാവിധ ആഫത്ത് ബലാഇ മുസീബത്ത് ഇടങ്ങേറുകളും എന്ന് സലാമത്താക്കി എല്ലാ കടങ്ങളും നീക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ വീട് നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണേ അല്ലാ. ഗൾഫ് രാജ്യങ്ങളിലുള്ള പലരും ജോലിയില്ലാതെ വിഷമിക്കുന്നു, രേഖയില്ലാതെ, അതുപോലെ പാസ്പോർട്ട് സംബന്ധമായ പ്രശ്നങ്ങൾ, അതുപോലെ ചെറിയ ചെറിയ കടക്കാര്, നിയമത്തിന്റെയും മേലാളന്മാരുടെ ഭീഷണികൾ മുഴുവനും ഉള്ളതുകൊണ്ട് വളരെ പ്രയാസത്തിലാണ് റബ്ബേ. നീ എല്ലാവർക്കും സലാമത്ത് നൽകണേ അല്ലാ. വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾക്ക് സുന്നത്ത് ജമാഅത്തിന്റെ പേരിലുള്ള തഖ്വയുള്ള ഭർത്താക്കന്മാരെ നൽകണേ അല്ലാ. അവരുടെ വിവാഹമംഗലം, അവരുടെ സ്വപ്നം നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. റബ്ബേ, വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്ക് നല്ല ദീനീപരമുള്ള തഖ്വയുള്ള സ്വാലിഹത്തായ അല്ലാഹുവേ, നിന്റെ ഹബീബ് നീ ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള പെൺകുട്ടിയെ ഭാര്യയാക്കി നൽകണേ അല്ലാ. നിങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. നല്ല മക്കളാക്കണേ അല്ലാ. ആഖിറത്തിലും ദുനിയാവിലും ഉപകാരം ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ. അവസാനം കാമിലായ ഈമാനോടെ കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. അപകട മരണം, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് സലാമത്താക്കണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعل نعمتنا دائما ودولتنا قائمة وأولادنا صالحين عالمين حافظين ولا تسلط علينا ظالمين. اللهم اغفر ذنوبنا واستر عيوبنا وثقل موازيننا وعد ديوننا واستجب دعاءنا واكشف همومنا وغمومنا واستر عيوبنا واشف أمراضنا يا شافي المرضى. آمين برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صلى الله عليه وسلم. السلام عليكم ورحمة الله وبركاته. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ ഉസ്താദ്? ഹലോ, കേൾക്കാമോ ഉസ്താദ്? ഒരു സംശയം. ഞാൻ ജിദ്ദയിൽ നിന്നാണ്. പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത് ഇഖ്റ എന്ന വാചകം കൊണ്ടല്ലേ? അപ്പോ ആ മുസാഫ് ക്രോഡീകരിക്കുന്ന സമയത്ത് അത് ആദ്യത്തെ ഒരു സൂറത്തായി എന്തിന് വന്നില്ല എന്നൊരു സംശയമാണ്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രസക്തമായ ഒരു ചോദ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. നിങ്ങളോട് പറഞ്ഞിരുന്നു അല്ലേ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളുടെയും ആയത്തുകളുടെയും ക്രോഡീകരണം അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ് വെച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വന്തം അഭിപ്രായ പ്രകാരമോ മറ്റോ രേഖപ്പെടുത്തിയതല്ല. ഞാൻ കഴിഞ്ഞ ഏതോ ഒരു ക്ലാസ്സിൽ വെച്ച് പറഞ്ഞിരുന്നു, പരിശുദ്ധ ഖുർആനിൽ ആദ്യമായി ഇറങ്ങിയ വചനം അൽ അലഖ് സൂറയിലെ ഇഖ്റയിലെ 5 ആയത്തുകളാണ്. ആദ്യത്തെ ആയത്ത് അതാണ്. അവസാനം ഇറങ്ങിയ ആയത്ത് സൂറത്തുൽ ബഖറയിലെ 282 വചനം വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് എന്നതാണ്. ഒരൊറ്റ അധ്യായമായി സൂറത്തായി ആദ്യം ഇറങ്ങിയത് സൂറത്തുൽ ഫാത്തിഹയാണ്. അവസാനം ഇറങ്ങിയ ഒറ്റ സൂറത്തുൽ നസ്റാണ്. അപ്പോ മുസ്ഹഫിന്റെ ക്രോഡീകരണത്തിൽ ഇഖ്റ എന്ന ആ സൂറത്ത് ഒന്നാമതായി ഉൾപ്പെടുത്താതിരിക്കാൻ കാരണം, ഇഖ്റ സൂറത്ത് മുഴുവനും ഒരു അധ്യായമായിട്ട് ഇറങ്ങിയതല്ല. അതിലുള്ള ആദ്യ വചനങ്ങളിൽ മാത്രമേ പ്രാഥമിക ഘട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ളൂ. ബാക്കി ഭാഗങ്ങൾ മറ്റു ചില അവസരങ്ങളിലാണ് ഇറക്കിയിട്ടുള്ളത്. ഇന്ന് മാത്രമല്ല, ഒരൊറ്റ അധ്യായമായി ആദ്യം ഇറങ്ങിയത് സൂറത്തുൽ ഫാത്തിഹയാണ്. ഫാത്തിഹ സൂറത്തിലെ ഖുർആനിന്റെ തുടക്കത്തിൽ തന്നെ കൊണ്ടുപോയി വെക്കാൻ ഒരുപാട് കാരണങ്ങൾ ഫാത്തിഹയുടെ വിശദീകരണത്തിൽ തഫ്സീറിൽ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരൊറ്റൊരു ഉദാഹരണം പറയാൻ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലികുല്ലി ശൈഇൻ അസാസുൻ, എല്ലാ വസ്തുക്കൾക്കും അടിത്തറയുണ്ട്. എല്ലാ വസ്തുക്കൾക്കും അടിത്തറയുണ്ട്. ഭൂമിയുടെ അടിത്തറ, അതുപോലെ തന്നെ സ്വർഗത്തിന്റെ അടിത്തറ, നരകത്തിന്റെ അടിത്തറ, ഇങ്ങനെ ഓരോ അടിത്തറകളെ കുറിച്ച് പറഞ്ഞിട്ട് മനുഷ്യരുടെ അടിത്തറ മഹാനായ ആദം നബി അലൈഹിസ്സലാമിൽ നിന്നാണ്. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അസാസുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിന്റെ അടിത്തറ സൂറത്തുൽ ഫാത്തിഹയാണ്. അസാസു ഫാത്തിഹത്തുൽ കിതാബ്, സൂറത്തുൽ ഫാത്തിഹയുടെ അടിത്തറ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണ്. എന്ന് പറയാനെന്താ, ഖുർആനിന്റെ 6066 വചനങ്ങളിലുള്ള സർവ്വ ആശയ സമ്പുഷ്ടതകളും സൂറത്തുൽ ഫാത്തിഹയിലുണ്ട് എന്നും സൂറത്തുൽ ഫാത്തിഹയുടെ എല്ലാ ആശയങ്ങളും കേവലം ബിസ്മിയിൽ ഉണ്ട് എന്നുമാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സമർത്ഥിക്കുന്നത്. നമ്മുടെ ഖുർആൻ ക്ലാസ്സിൽ ഫാത്തിഹ സൂറത്തുമായിട്ടുള്ള പഠനത്തിൽ അത് കുറച്ചുകൂടെ നിങ്ങൾക്ക് വേദ്യമാകും. പഠിക്കാനല്ലാതെ ചെയ്ത് നൽകട്ടെ. അപ്പോ ആദ്യമായി ഇറങ്ങിയ അധ്യായം സൂറത്തുൽ ഫാത്തിഹയാണ്. അത് മുസ്ഹഫിന്റെ തുടക്കത്തിൽ തന്നെ കൊണ്ടുപോയി വെച്ചു. ഫാത്തിഹ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം തുറക്കുന്നതിനുണ്ട്. ഫതഹ എന്ന് പറഞ്ഞാൽ തുറന്നത്. തുറക്കാൻ എല്ലാത്തിന്റെയും തുടക്കം. മദ്രസ തുടങ്ങുന്നത് ഫാത്തിഹ, ദർസ് തുടങ്ങുന്നത് ഫാത്തിഹ, അതുപോലെ ഗൾഫിൽ പോകുമ്പോൾ ദ്വാരക്കുമ്പോൾ തുടങ്ങുന്നത് ഫാത്തിഹ, ദൈവത്തിന്റെ മുമ്പിൽ ഫാത്തിഹ. അതാണ് ഫാത്തിഹ നമ്മളെ പറയാം. സുന്നത്ത് ഓരോരുത്തരും അൽ ഫാത്തിഹ, അൽ ഫാത്തിഹ, അൽ ഫാത്തിഹ, അൽ ഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് കളിയാറാറുള്ളത്. എന്നാൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ എല്ലാ ആശയങ്ങളും എന്തും ആ തുടക്കം ഫാത്തിഹയിലാണ്. എന്ന നിലക്ക് പ്രാഥമിക മര്യാദ എന്ന നിലക്കും ഫാത്തിഹ സൂറത്തിന്റെ പവിത്രത മഹത്വം കണക്കിലെടുത്തിരുന്നും. അതുകൊണ്ട് മാത്രമല്ല, ആ സൂറത്തിന്റെ ഖുർആനിന്റെ തുടക്കം എന്ന നിലക്ക് ഒറ്റ അധ്യായം എന്ന നിലക്കും സൂറത്തുൽ ഫാത്തിഹ ആദ്യം തന്നെ വെക്കാൻ അല്ലാഹുവിന്റെ നിർദ്ദേശമാണ്. പിന്നെ അതിന്റെ പിന്നിലുള്ള മറ്റു രഹസ്യങ്ങൾ നമുക്കറിയില്ല. അല്ലാഹുവായത്. പിന്നീട് ഖുർആൻ അവതരണം പറയുമ്പോൾ ഇത്രാമത്തെ സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ ഖുർആനിന്റെ ഓർഡർ പ്രകാരം ഒന്നാമത്തെ സൂറത്ത്. തർത്തീബുൻ നുസൂൽ അഥവാ അവതരണ ക്രമമനുസരിച്ച് നോക്കുമ്പോൾ ഫാത്തിഹ ഒന്നാമത്തതല്ല. അങ്ങനെ ഓരോ സൂറത്തുകളെ കുറിച്ചും അവതരണ ക്രമം ഒന്ന് വേറെ, മുസ്ഹഫിന്റെ ക്രമം ഒന്ന് വേറെ, രണ്ട് ക്രമത്തിലും പറഞ്ഞു തന്നിട്ടുണ്ട്. ഓരോ സൂറത്തുകൾ നമ്മൾ പഠിക്കുമ്പോൾ വലിയ അതിനെ കുറിച്ച് മനസ്സിലാക്കാവുന്നതാണ്.
വഅലൈക്കും അസ്സലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹു ഖൈറൽ ജസാ. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട ഉസ്താദ് നമുക്ക് നല്ല ഒരു ക്ലാസ് ആണ് എടുത്തു തന്നിട്ടുള്ളത്. ആ ക്ലാസ്സിനോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹക്കീം